നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സൈബർ തട്ടിപ്പുകളും വെർച്വൽ അറസ്റ്റുകളും സ്പാം കോളുകളുമൊക്കെ വ്യാപകമായ സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് റിലയൻസ് ജിയോ പ്ലസ് 192 എന്ന കോഡിൽ ആരംഭിക്കുന്ന നമ്പറുകളിൽ നിന്നുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ജാഗ്രതയോടെ കാണണം എന്നാണ് ജിയോ മെസ്സേജിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പ്ലസ് 92 കോഡിൽ നിന്നും പോലീസ് ഓഫീസർമാർ എന്ന വ്യാജേനയുള്ള ഫോൺ കോളുകളും മെസ്സേജുകളും ജാഗ്രതയോടെ കാണുക. ഇത്തരം കോളുകളും മെസ്സേജുകളും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ 1930 എന്ന നമ്പറിലോ cybercrime.government.in എന്ന വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യുക എന്നുമാണ് SMS-ലൂടെ ഉപഭോക്താക്കളെ ജിയോ അറിയിച്ചിട്ടുള്ളത്. വിദേശ നമ്പറുകളിൽ നിന്ന് സൈബർ തട്ടിപ്പ് സംഘങ്ങൾ വലവിരിക്കുന്ന സാഹചര്യത്തിലും പോലീസ് ഓഫീസർമാർ ചമഞ്ഞ് പണം തട്ടുന്നത് വ്യാപകമാവുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. CBI ഉദ്യോഗസ്ഥർ ചമഞ്ഞ് വെർച്വൽ അറസ്റ്റ് എന്ന പേരിൽ പണം തട്ടുന്ന സംഭവം കേരളത്തിലടക്കം രാജ്യത്ത് നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ പണം നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, വിഷമില്ലാത്ത 26 പച്ചക്കറികളുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. 4 വർഷത്തിനിടെ നീണ്ട ഗവേഷണങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന കൃഷി വകുപ്പും കാർഷിക സർവകലാശാലയും ചേർന്ന് ഈ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചത്. വിഷരഹിത പച്ചക്കറികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്നവയാണ്. ഏറ്റവും കൂടുതൽ വിഷാംശം പുതിനയിലാണെന്നാണ് കണ്ടെത്തൽ. വിഷാംശം തീണ്ടാത്ത പച്ചക്കറികൾ ഇനി പറയുന്നവയാണ്: കുമ്പളം, മത്തൻ, പച്ചമാങ്ങ, ചൗചൗ, അതുപോലെ തന്നെ പീച്ചങ്ങ, ബ്രൗൺ കോളി, കാച്ചിൽ, ചേന, ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ്, സവാള, ബുഷ് ബീൻസ്, മധുരക്കിഴങ്ങ്, കൂമ്പ്, മരച്ചീനി, ശീമച്ചക്ക, കൂർക്ക, ലെറ്റിയൂസ്, ചതുരപ്പയർ, നേന്ത്രൻ, സുക്കിനി, ടർണിപ്പ്, അതുപോലെ തന്നെ ലീക്ക്, ഉള്ളിപ്പൂവ്, ചൈനീസ് കാബേജ് എന്നിവയാണ്. ശരീരവും മനസ്സും തണുക്കാൻ നല്ലതാണ് പുതിന ഉപയോഗിച്ചുള്ള പാനീയം. വിഷാംശം ഏറ്റവും അധികം പുതിനയിൽ ആണെന്നാണ് കണ്ടെത്തൽ. 62% മലയാളികളുടെ ഭക്ഷണശീലങ്ങളിൽ ഒന്നാമനായ പയറിൽ 45% വിഷാംശം. മറ്റുള്ളവയിലെ വിഷാംശം കണ്ടെത്തിയിരിക്കുന്നത് ഇനി പറയുന്ന രീതിയിലാണ്: മഞ്ഞ ക്യാപ്സിക്കത്തിൽ 42%, മല്ലിയില 26%, ചുവന്ന ക്യാപ്സിക്കം 25%, ബജ്ജി മുളക് 20%, ബീട്രൂട്ട് 18%, കാബേജ് വയലറ്റ് 18%, കറിവേപ്പില 17%, പച്ചമുളക് 16%, കോളിഫ്ലവർ 16%, ക്യാരറ്റ് 15%, സാമ്പാർ മുളക് 13%, ചുവപ്പ് ചീര 12%, അമരക്ക 12%, പച്ച ക്യാപ്സിക്കം 11%, പച്ചച്ചീര 11%, നെല്ലിക്ക 11%, പാവയ്ക്ക 10%. 10%-ൽ കുറവ് വിഷാംശം കണ്ടെത്തിയിരിക്കുന്നത് ഇനി പറയുന്നവയാണ്: മുരിങ്ങക്കായിൽ 9%, പടവലത്തിൽ 8%, വഴുതന 8%, ബീൻസ് 7%, സാലഡ് വെള്ളരി 7%, വെള്ളരി 6%, ഇഞ്ചി 6%, വെണ്ടയ്ക്ക 5%, കത്തിരി 5%, കോവയ്ക്ക 4%, തക്കാളി 4%, കാബേജ് വെള്ള 4%. നിങ്ങൾ പച്ചക്കറി വാങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്ത റിപ്പോർട്ട് വരാനിരിക്കുകയാണ്. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.